മുനമ്പം വിഷയത്തിൽ സംസ്ഥാന ബിജെപിയിൽ അതൃപ്തി. കേന്ദ്രമന്ത്രിയെ കൊണ്ടുവന്നത് തിരിച്ചടിയായി എന്ന് മുതിർന്ന നേതാക്കൾ വിലയിരുത്തി. അതിനിടെ കേന്ദ്രമന്ത്രിയുടെ നിലപാടിൽ നിരാശ പ്രകടിപ്പിച്ച സിറോ മലബാർ സഭാ നേതൃത്വം പുതിയ നിയമം കൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു. മുൻപം പ്രശ്നമുയർത്തി ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണ നേടിയെടുക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ബിജെപി സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവിനെ മുനമ്പത്ത് കൊണ്ടുവന്നത്. പുതിയ വഖഫ് നിയമത്തിലൂടെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രചരിപ്പിച്ച ബിജെപി കേന്ദ്രമന്ത്രിയുടെ വരവോടെ പ്രതിരോധത്തിലായി. മുനമ്പത്ത് ഉടനൊരു പരിഹാരമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കിയത് കോൺഗ്രസും CPM-ഉം ആയുധമാക്കി. ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചതിൽ ബിജെപിയിൽ തന്നെ അതൃപ്തി രൂപപ്പെട്ടു. കിരൺ റിജിജുവിനെ കൊണ്ടുവന്നത് തിരിച്ചടിയായി. ഷോൺ ജോർജിന്റെ നിർബന്ധത്തിന് സംസ്ഥാന നേതൃത്വം വഴങ്ങിയതാണ് ഇത്തരം അവസ്ഥയ്ക്ക് കാരണമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. മുൻപം വിഷയം കൈകാര്യം ചെയ്തതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്നും നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് സിറോ മലബാർ സഭ ബിജെപിയുടെ പേര് പറയാതെ ആരോപിച്ചു. ഈ നിയമം കൊണ്ട് മാത്രം പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണല്ലോ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട കിരൺ റിജിജു തന്നെ അത് വ്യക്തമാക്കുകയും ഉണ്ടായി. മുനമ്പത്തെ BJP RSS നാടകം പൊളിഞ്ഞതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വകുപ്പിന്റെ ഭാഗമായിട്ട് ബില്ല് വന്നതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് BJP-ക്കാർ പ്രചരിപ്പിച്ചത്. ഇപ്പോഴവിടെ പോയപ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. മുൻപും പ്രശ്നം തീർക്കാനുള്ള അവസരത്തെ പിന്നിൽ നിന്ന് കുത്തിച്ചതിച്ചത് സംസ്ഥാന സർക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നത്. അതാണ് സ്ഥിതി. കേന്ദ്രമന്ത്രിയുടെ വരവിൽ നിരാശ പ്രകടിപ്പിച്ച മുനമ്പം സമരസമിതി ഈസ്റ്ററിന് ശേഷം സമരം തുടരുന്നത് സംബന്ധിച്ചുൾപ്പെടെ തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.